കുറെ സാധനങ്ങളൊക്കെ പ്രഖ്യാപിക്കും. പെൻഷൻ ഇപ്പോൾ 200 കൂട്ടി 2000 ആക്കി. ഓക്കെ, അത് കേട്ട് സമാധാനപ്പെടുന്നവർ രാഷ്ട്രീയ ബുദ്ധി തീരെ ഇല്ലാത്ത കൂപമണ്ഡൂകങ്ങളാണെന്ന് ഞാൻ പറയും. കാരണം അത് അങ്ങനെ ഒരു സുഖിപ്പിക്കൽ മാത്രമാണ്. കിറ്റ് കിട്ടി അപ്പൊ സമാധാനം എന്ന് പറയുന്നത് രാഷ്ട്രീയ കൂപമണ്ഡൂകത്തിന്റെ മറ്റൊരു തെളിവാണ്. അതേസമയം CH ചെയ്ത പണി ഈ നാട്ടിലെ ഈ പറയപ്പെടുന്ന അധസ്ഥിത ജനവിഭാഗത്തിന്റെ മുന്നോക്ക യാത്രയ്ക്ക് ഏറ്റവും ആവശ്യമാകേണ്ടത് അവരുടെ വിദ്യാഭ്യാസമാണെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് എന്താ ഉണ്ടായി? അമേരിക്കയിലെ ഐൻസ്റ്റീൻ എന്ന കസേരയിലേക്ക് കേരളത്തിലെ 13 വയസ്സുകാരൻ നോട്ടം ഇടുന്നു എന്ന് നമ്മൾ കാണേണ്ടി വന്നു. കേരളത്തിലെ 13 വയസ്സുകാരൻ അവൻ കൊടുത്ത പ്രമേയങ്ങൾ, പ്രബന്ധങ്ങൾ യൂണിവേഴ്സിറ്റികൾ ചർച്ച ചെയ്തു, ഫിസിക്സിൽ ചർച്ച ചെയ്തു. ഐൻസ്റ്റീൻ എന്ന കസേരയിലേക്ക് നോക്കിയിട്ട് 13 വയസ്സുകാരൻ പറയാണ് കേരളത്തിൽ ഇരുന്ന് ഞാൻ ആ കസേരയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന വിധത്തിലേക്ക് CH മുഹമ്മദ് കോയ സാഹിബ് ഒരു ജനതയെ വളർത്താൻ ആഗ്രഹിച്ചു. സ്വത്തമാണ് പ്രധാനം കൂട്ടരെ. ഞാൻ ഈ പഞ്ചായത്ത് ഇലക്ഷന് മാത്രമല്ല, എന്തിനാ മുസ്ലിം ലീഗ് ആകണമെന്ന് ചിന്തിക്കണം. സ്വത്താണ് പ്രധാനം. ഇല്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസിലേക്കും പോകാമായിരുന്നു, ഈ നേതാക്കൾക്കും പോകാമായിരുന്നു കോൺഗ്രസിലേക്ക്. അവരൊന്നും അത്ര കഴിവില്ലാത്തവരായിരുന്നില്ല. CD സാഹിബ് വലിയ കഴിവുള്ള ആളാണ്. പനമ്പിള്ളി ഗോവിന്ദമേനോൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസുകാരനായിരുന്ന CD സാഹിബ് മുസ്ലിം ലീഗുകാരനായപ്പോ കോൺഗ്രസിനുള്ള നഷ്ടത്തിന്റെ തത്തുല്യമായ ലാഭം ലീഗിന് കിട്ടിയെന്നാണ്. അത്ര വലിയ കേമൻ, വലിയ മുതലാളി, വലിയ കോടീശ്വരൻ, നമ്പൂരി മഠം എന്ന് പറയുന്ന വലിയ തറവാട്ടിലെ കോടിക്കണക്കിന് സ്വത്തിന്റെ ഉടമ. പക്ഷേ മരിച്ചപ്പോ ആകെ 2 ജോഡി കതിർമുണ്ടും ഒരു ജുബയും പിന്നെ ഒരു 13 രൂപയും മാത്രമായി സ്പീക്കറുടെ സനഡു കൊട്ടാരത്തിൽ അങ്ങനെ മാത്രമായി ഇരിക്കുന്ന ആ ജനാസ കാണേണ്ടി വരുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ആ മനുഷ്യന്റെ മരണം കണ്ടത്. മറ്റൊരാൾ ഖിലാഫത്ത് സമര പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗാന്ധിജി ചെന്നിട്ട് അദ്ദേഹത്തിന്റെ പാർട്ട്ണർഷിപ്പുള്ള കമ്പനിയോട് നിങ്ങൾ എനിക്ക് വലിയൊരു സംഭാവന തരണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ചെക്ക് ബ്ലാങ്ക് എഴുതിച്ചു കൊടുത്തു. ആ ബ്ലാങ്ക് ചെക്കിൽ ഗാന്ധിജി അവസാനം ഇവരുടെ സമ്മതപ്രകാരം 1 ലക്ഷം രൂപ എഴുതി. ആ 1 ലക്ഷം രൂപ എഴുതിയപ്പോൾ സമ്മതമാണെന്ന് അവർ തലകുലുക്കി. അപ്പോൾ ഗാന്ധിജി തന്നെ കണ്ണു നിറഞ്ഞു പറഞ്ഞു, എന്റെ സുഹൃത്ത് ബിർള, ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ പണക്കാരനും ഗാന്ധിയുടെ സുഹൃത്തുമായിട്ടുള്ള ബിർള, ആ ബിർള പോലും എന്നോട് ഇങ്ങനെ ദയ കാണിച്ചിട്ടില്ലല്ലോ ഇസ്മായിൽ എന്ന മഹാനായ ഖായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനോട് പറഞ്ഞു. ആ ഇസ്മായിൽ പിന്നെ കരുണാനിധി മന്ത്രിസഭ അധികാരമേൽക്കാൻ സാക്ഷാൽ മുഖ്യമന്ത്രി കരുണാനിധി തന്റെ വീട്ടിലെത്തുമ്പോ കസേര ഇട്ട് കൊടുക്കാനില്ലാതെ ആ കൂടെ വന്ന ഏറ്റവും അടുത്ത സുഹൃത്തായ മന്ത്രിയോട് നിനക്ക് നേരത്തെ പറയാമായിരുന്നില്ലേ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വരുമ്പോ ചായ കൊടുക്കാൻ പോലും എന്റെ കുടിലില്ലോ എന്ന് പറഞ്ഞ് പരിതപിക്കുന്ന വിധം ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് പോയപ്പോഴും ഒരു ജനതയെ കുറിച്ച് ആലോചിച്ചു കൂട്ടരെ, ഒരു ജനതയെ കുറിച്ച് ആലോചിച്ചു. ആ ജനതയാണ് എന്റെ മുമ്പിൽ ഇന്ന് നല്ല പാൻറ്റിട്ടും ഷർട്ടിട്ടും തുണിയെടുത്തും ഇങ്ങനെ ഇരുന്നിട്ട് ആ പഴയ കാലങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് പോണെങ്കിൽ അതാണ് ഏറ്റവും വലിയ നന്ദികേട്. ആ മുസ്ലിം ലീഗ് ഉണ്ടാക്കി കൊണ്ടുവന്നത് അതൊക്കെയാണ്. നിങ്ങൾ ഈ വിശാലമായ ജില്ല ഇങ്ങനെയൊക്കെ ഒരു റവന്യൂ ജില്ലയാകണമെന്ന് ആഗ്രഹിച്ച ഒരു MP മുഹമ്മദ് കുരിക്കള ഓർക്കണം. അദ്ദേഹം നിയമസഭയിൽ മനോഹരമായി പ്രസംഗിച്ചു. ആ പ്രസംഗം, ആ അർത്ഥത്തിലുള്ള പ്രവർത്തനം 967 സപ്തകക്ഷി മുന്നണിയുടെ മുമ്പിൽ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ. അതിതാണ്, ഞങ്ങൾക്കൊരു സർവകലാശാല വേണം, ഞങ്ങൾക്കൊരു ജില്ല വേണം. അതാ മലപ്പുറം ജില്ല. ഞങ്ങൾക്ക് അധികാരമല്ല പ്രധാനം, ഞങ്ങൾക്ക് ഈ 2 കാര്യങ്ങൾ ഡിമാൻഡ് വേണം. ഒരു സർവകലാശാല വേണം. എന്തിനാ സർവകലാശാല വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാക്കും. എന്തിനാ റവന്യൂ ജില്ലക്ക് ഈ പറയപ്പെടുന്ന എല്ലാത്തിനും കൃത്യമായി കേന്ദ്രീകൃതമായി ആ കാര്യങ്ങളൊക്കെ എത്താൻ ആ ജില്ല ഉണ്ടാകണമെന്ന് ചിന്തിച്ചു. അതുകൊണ്ട് ആ 2 കാര്യവും നേടിയെടുത്തതാണ് 967 സപ്തകക്ഷി മുന്നണിയിലെ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായിരിക്കുമ്പോ 2 വീര പുലിക്കുട്ടികൾ എന്ന പേരിൽ CH-ഉം MP മുഹമ്മദ് കുരിക്കളും 2 മന്ത്രിമാരുണ്ട്. അവരത് നേടിയെടുത്തു. ഈ രാജ്യത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഓരോന്നിനും ആ കയ്യൊപ്പുണ്ടായി. ഈ നാടിന്റെ സർവകലാശാലകളുടെ ഓരോന്നിന്റെയും സ്ഥാപനം ആലോചിച്ച് നോക്കിയേ. കൊച്ചിയിൽ ഒരു വലിയ ഒരു സർവകലാശാലയുണ്ട്. അമേരിക്കയിൽ നിന്ന് CH വന്നിട്ട് ആദ്യം ആലോചിച്ച പണി കൊച്ചിയിൽ ഒരു ശാസ്ത്ര സാങ്കേതിക സർവകലാശാല വേണം. കുസാറ്റ് നമ്മുടെ കുട്ടികളൊക്കെ പഠിച്ചു വന്നു. കുസാറ്റ് ആരാ അതിന്റെ ഉപജ്ഞാതാവ്? CH മുഹമ്മദ് കോയ. ഏത് CH മുഹമ്മദ് കോയ? ശാസ്ത്ര വിഷയത്തിലെ പ്രധാനപ്പെട്ട ഒരു ശാസ്ത്ര വിഷയമാണ് കെമിസ്ട്രി. ആ കെമിസ്ട്രി എന്ന് പറയുന്ന കുന്ത്രാണ്ടുള്ളിടത്തോളം കാലം ഞാൻ മെട്രിക്കുലേഷൻ പാസ്സാവൂല എന്ന് പറഞ്ഞ CH. ആ CH തന്നെയാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തെ ഇന്നത്തെ കേരളത്തിന്റെ മൂലധനമായിട്ടുള്ള കൊച്ചി.
ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയായ കുസാറ്റ് എന്ന് പറയുന്നതിന് തറക്കല്ലിട്ടത് എന്ന് കൂടി ആലോചിക്കണം. എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറിയുടെ കാർ ഏറ്റവും കൂടുതൽ ഓടിയത് മാത്രമല്ല, അവസാനം ഫണ്ട് വേണ്ട പോലെ ആവുന്നില്ല എന്ന് വന്നപ്പോൾ ആ കാർ വിറ്റുകൊടുത്ത, അങ്ങനെ പണിതുയർത്തിയ ഒരു വലിയ സ്ഥാപനമുണ്ട് അങ്ങ് കോഴിക്കോട്ടെ ഫറൂഖിൽ. ആ ഫറൂഖിലെ ഫറൂഖ് കോളേജ് മുസ്ലിം ലീഗുകാരൻ അവന്റെ വിയർപ്പ്, അവന്റെ രക്തം വിയർപ്പാക്കി നടത്തിയ വലിയ അർത്ഥത്തിലുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ്. അതാണ് CH പറയാനുള്ളത്. ഓരിക്കുറുക്കന്മാർ ഓരിയിട്ട് നടന്നിരുന്ന ഈ കാട് വെട്ടിത്തെളിച്ചിട്ടാണ് അബുസബാഗ് മോലയോടൊപ്പം സീതി സാഹിബും അതിനേക്കാളും മുന്നേ മഹാനായ ബാപ്പത്തി തങ്ങൾ മൂടി നടന്നത്. മറുഭാഗത്ത് തലയെക്കെട്ട് കെട്ടി ഞങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോൾ ഞങ്ങളെയൊക്കെ പ്രസംഗിപ്പിക്കാനും വളർത്താനും കഴിഞ്ഞ ഒരു ജാമിയാനൂരി അറബിയയുണ്ട്. ആ ജാമിയാനൂരി അറബിയൊക്കെ സ്ഥലം കൊടുത്ത ബാപ്പു ഹാജിയുടെ സഹോദരന്മാർ ബാപ്പക്കിത്തങ്ങൾ താങ്കളാണ് എൻ്റെ സഹോദരനെ എങ്ങനെയൊക്കെ പറഞ്ഞു പറ്റിച്ചതെന്ന് പറഞ്ഞിട്ട് തോക്കു ചൂണ്ടുമ്പോഴും നെഞ്ചു വിരിച്ചു നിന്നൊരു സമുദായത്തിന് വേണ്ടി മഹാനായ സയ്യിദ് റഹ്മാൻ ബാപ്പക്കിത്തങ്ങൾ, ആ ബാപ്പക്കിത്തങ്ങൾ ധൈര്യമായി നിന്ന് പടുതുയർത്തി. മഹാനായ കുക്കോയത്തങ്ങളും കണ്ണീത്തുസ്താദും ഷംസുലമയും കുത്തുബി എന്ന് പറയുന്ന മഹാനായ ഷംസുലമ കുത്തുബി മുഹമ്മദ് മുസ്ലിയാരും ഒക്കെ ചേർന്നു നിന്ന് പടുതുയർത്തിയതാണ് ജാമിയാനൂരി അറബിയ. നിങ്ങളുടെ നാടിൻ്റെ തൊട്ടടുത്തുള്ള ജാമിയ. ആ ജാമിയയിലും CH എന്ന് പറയുന്ന ആ മനുഷ്യൻ തൻ്റെ തൊപ്പി ഇങ്ങനെ ഊരിയിട്ട് കൂട്ടരെ ഇതിലേക്ക് സംഭാവന ചെയ്തു എന്ന് പറയാൻ അങ്ങനെ വഴുതു പറഞ്ഞിട്ട് സംഭാവന ചെയ്യിപ്പിച്ചിട്ടുണ്ട് CH മുഹമ്മദ് കോയ. വളർന്നു വന്നതിൻ്റെ ഓരോ ഘട്ടവും ആലോചിക്കണം. ആരും അങ്ങനെ വെറുതെ ഉണ്ടായതാണെന്ന് ആരും ചിന്തിക്കണ്ട. എല്ലാവരും രാഷ്ട്രീയമായാലും മതമായാലും മതസംഘടനകളായാലും രാഷ്ട്രീയ സംഘടനയായാലും ഞാൻ പറയുന്നു, വല്ലാത്ത കൂട്ടായ്മയെ ഒരു ടീം ഇങ്ങനെ ദ്വാരുന്നു, അല്ലാഹുവേ ഈ പ്രസ്ഥാനങ്ങളൊക്കെ വിജയിപ്പിക്കണമെന്ന് ദ്വാ ചെയ്തു. മഹാനായ പുക്കോയത്തങ്ങൾ വഫാത്തായി. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുണ്ട് പാണക്കാട്ട്. പക്ഷേ ശിഹാബ് തങ്ങൾ 39 വയസ്സുള്ള വലിയ പഠനവും വായനയും എഴുത്തും ഒക്കെയായി ഒരു വലിയ ലോകം തുറന്ന ഒരു വലിയ മനുഷ്യൻ. ജാമിഉൽ അസ്ഹറിൽ നിന്നും കൈറോയിൽ നിന്നും ബിരുദമെടുത്തു വന്ന, ബിരുദാനന്തര ബിരുദെടുത്തു വന്ന വലിയ മനുഷ്യൻ. അറബ് സാഹിത്യത്തിലെ മുടിചൂടാ മന്നന്മാരുമായി പരിചയമുണ്ടായിരുന്ന വലിയ പ്രഗത്ഭനായ എഴുത്തുകാരനായിരുന്നു മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. വാപ്പ വഫാത്തായിരിക്കുന്നു. എല്ലാ പണ്ഡിതന്മാരും നേതാക്കളും ഒരേ ഒരു മനുഷ്യന്റെ നേരെ നോക്കി. ആ മനുഷ്യൻ വീട്ടിലെ റൂമിൽ വാതിലടച്ചിരുന്ന് കരഞ്ഞ പഠിച്ചവനെ, ഈ സമുദായത്തിന്റെ നേതാവാകാനാണ് ഇവർ ക്ഷണിക്കുന്നത്, പക്ഷേ എനിക്കതിന് കഴിയുമെന്ന് ആലോചിച്ച് കരഞ്ഞു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ആ ശിഹാബ് തങ്ങളുടെ കൈ പിടിച്ചിട്ട് ഈ നിങ്ങളുടെ നാടിന്റെ തൊട്ടടുത്തുള്ള ചപ്പനങ്ങാടി എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഒരു വലിയ യോഗി വര്യന്റെ മുമ്പിലേക്ക് ആ മഹാനായ ശിഹാബ് തങ്ങളെ കൊണ്ടുപോയി. അഭിനന്ദനായ CH മുഹമ്മദ് ഭായ് സാഹിബ് CH മഹാനായ ചപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ മുമ്പിലെത്തി. അവർ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത പോലെ മഹാനായ തങ്ങൾ അവിടെ എത്തി. ആ തങ്ങളുടെയും CHന്റെയും മുമ്പിൽ 2 ഗ്ലാസ് ചായ അങ്ങനെ വച്ച് കൊടുത്തിട്ട് മഹാനായ ബാപ്പു മുസ്ലിയാർ നബറല്ലാഹു മർഖദ അവിടുന്ന് ഫാത്തി ഒരു ദ്വാരുന്നിട്ട് പറഞ്ഞു, തങ്ങളെ വാപ്പ ഇരുന്ന കസേരയിൽ ഇരിക്കണം. ഇരുന്നില്ലേ? 4.5 പതിറ്റാണ്ട് കാലം വസന്തോത്സവത്തിന്റെ നേതാവായി കേരള മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്രത്തിലെ ശോഭധന്യമായ ഏടുകളുടെ മുഴുവൻ നായകനായി മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. 979 ഒക്ടോബർ, നിങ്ങൾ ഓർക്കണ്ടോ? ഒക്ടോബർ 12 വെള്ളിയാഴ്ച, കേരളം കണ്ട ഏറ്റവും മനോഹരമായ ഒരു ദിനം. തലയിൽ തൊപ്പി വെച്ചൊരു മുഖ്യമന്ത്രി അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ എടുക്കുമ്പോൾ ഇനിയും ഒരിക്കലും തിരിച്ചു വരാത്തൊരു കാലത്തിൻ്റെ ഓർമ്മകളിൽ വിജൃംഭിതരായി നിൽക്കുന്ന ഒരു ജനതയുടെ ആ ദിവസത്തെ നമ്മൾ ഓർക്കണം. ആ ദിവസത്തിൻ്റെയും നായകൻ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. CH കേവലം 53 ദിവസം മാത്രം ഇരുന്ന CH മറ്റുള്ളവരുടെ ചതിയുടെയും കുതികാൽ വെട്ടിൻ്റെയും മുമ്പിൽ ഇനിയും അങ്ങനെ ഇരിക്കണ്ടെന്ന് തീരുമാനിച്ചു നിയമസഭ തന്നെ പിരിച്ചുവിട്ട CH. ആരൊക്കെ കൂടി മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഷട്ടക്കെട്ട് വരുമ്പോഴേക്കും ഗവർണറുടെ മുമ്പിൽ ചെന്ന് ഞങ്ങളുടെ കക്ഷിക്ക് പിന്നെ CH മന്ത്രിസഭ പിന്തുണ പിൻവലിക്കുകയും ഞങ്ങളുടെ കക്ഷിയുടെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഗവർണർ ആലോചിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഗവർണർ പറഞ്ഞു, CH അതിനു മുമ്പ് 2 കാര്യം കൂടി ചെയ്തു പോയി. ഒന്ന്, മന്ത്രിസഭ പിരിച്ചുവിട്ടു എന്ന് മാത്രമല്ല, നിയമസഭയും മുഖ്യമന്ത്രി ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് കൊണ്ട് ആ സമയത്ത് പിരിച്ചുവിടാനുള്ള അധികാരം ഉപയോഗിച്ച് അദ്ദേഹം അതും പിരിച്ചുവിട്ടിട്ടുണ്ട്.
ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. വളരെ രാഷ്ട്രീയ തന്ത്രജ്ഞതയുടെ പേരായി CH. ഇങ്ങനെയൊക്കെ എല്ലാവരും കൂടിയാണ് വളർന്നത്. ഈ CH-നെ 1962 മഹാനായ CD സാഹിബ് മരിച്ചപ്പോൾ ഈ CH-നെ കൊണ്ട് മഹാനായ ബാപ്പയ്ക്ക് തങ്ങൾ നടന്നത് എങ്ങോട്ടാണെന്നറിയോ? മുടിക്കൽ എന്ന് പറയുന്നൊരു ദേശമുണ്ട്. ഏതാ മുടിക്കല്? ആലുവായ്ക്കടുത്തുള്ള മുടിക്കൽ. ആ മുടിക്കൽ എന്ന് പറയുന്ന ഗ്രാമത്തിലൊരു വലിയ യോഗി ഉണ്ടായിരുന്നു. ആ യോഗിയുടെ മുമ്പിൽ മഹാനായ ബാപ്പയ്ക്ക് തങ്ങൾ ചെല്ലുന്നതിന് മുമ്പേ ആ യോഗി, ആ സൂഫി വര്യൻ, താൻ സാധാരണ ബഹളം കൂട്ടാറുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു ഷർട്ടൊക്കെ ഇട്ട് നല്ല തുണി കൊടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആളുകൾ ചോദിച്ചു, പന്തിരായ അബൂബക്കർ മുസ്ലിയാർ, ആലുവായി അബൂബക്കർ മുസ്ലിയാർ നബ്ബറല്ലാഹു മഖ്ദ, അവിടുന്ന് എന്തേ ഇങ്ങനെ ശാന്തമായതെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെയാ പറഞ്ഞു കൊടുത്തത്. ഒരു വലിയ മനുഷ്യൻ പറഞ്ഞിട്ടാണ്. വലിയ മനുഷ്യൻ, കേരളത്തെ നിർമ്മിച്ച വലിയ മനുഷ്യൻ, മുസ്ലിം കേരളത്തെ നിർമ്മിച്ച വലിയ മനുഷ്യൻ, കേരളത്തിന്റെ അക്കാലഘട്ടത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെ തന്റെ വിരലുകൊണ്ട് നിയന്ത്രിച്ച വലിയ മനുഷ്യൻ, ഔദ്യോഗിക വിദ്യാഭ്യാസമൊന്നും മതത്തിലോ ഭൗതിക വിദ്യാഭ്യാസത്തിലോ നേടാതെ തന്നെ അള്ളാഹുവിനെ പേടിച്ചു ജീവിച്ചതിന്റെ പേരിൽ തന്റെ പൈതൃകത്തിന്റെ പാരമ്പര്യത്തിന്റെ താരശോഭയാൽ ആ ഒരു ജനതയുടെ കാലഘട്ടത്തെ നിയന്ത്രിച്ച സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി നബ്ബറല്ലാഹു മഖ്ദ. ആ ബാഫഖി തങ്ങൾ തന്റെ മകനെ പോലെ ഒരു ചെറുപ്പക്കാരനെ കൈപിടിച്ച് നിന്നിട്ട് പറഞ്ഞു, CD സാഹിബ് വഫാത്തായി, ഇനി ഇവൻ കേരള നിയമസഭയുടെ സ്പീക്കറാകും, ദ്വാരക്കണം